ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലോങ് വി നെക്ക് കോളർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 290ൻ്റെ അജ്രക് പ്രിന്റ് വരുന്ന ഒരു നൈറ്റി ബിറ്റാണ്. അജ്രക് തന്നെയാണെന്ന് തോന്നുന്നു, പക്ഷെ എന്തായാലും നല്ല ഭംഗിയുണ്ട്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യം തന്നെ നമുക്ക് നോർമലായിട്ട് നമ്മളെപ്പം ചെയ്യുന്നത് പോലെ തന്നെ ചുരിദാർ ടോപ്പ് ഒന്ന് ആം ഹോളൊക്കെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നെക്ക് മാർക്ക് ചെയ്യുന്നില്ല, ബാക്കി ആം ഹോളും ഷേപ്പും ചെസ്റ്റ് റൗണ്ടും സ്ലിറ്റും ഒക്കെ മാർക്ക് ചെയ്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് വി നെക്ക് കോളർ മാത്രമാണ്. അപ്പോൾ ചുരിദാർ കട്ടിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരും അതൊന്നും കൂടി ഒന്ന് കണ്ടു നോക്കൂ. അപ്പം നമുക്കിത് വേഗം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് 3.5 ഇഞ്ചും ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് നമുക്ക് പിന്നെ മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 9.5 എന്ന് കേട്ടിട്ട് ഞെട്ടണ്ട. നമ്മൾ സ്റ്റിച്ചിങ് ഒക്കെ കഴിയുമ്പോഴേക്ക് നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന നെക്കിൻ്റെ ലെങ്ത്തിലേക്ക് അതായി വന്നോളും. ഓക്കെ, ഇനി ഈ മാർക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ താഴെ ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ വെച്ചിട്ട് നമുക്ക് ഒരു വി ഷേപ്പ് വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഷോൾഡർ 1/4 ഇഞ്ച് ഡ്രോപ്പ് ചെയ്തിട്ടും കൂടി വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ട് ഫ്രണ്ടിലത്തെ നെക്ക് മാത്രമായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പം ഷോൾഡർ നമുക്ക് ആദ്യം തന്നെ വേണമെന്നുണ്ടെങ്കിൽ 1/4 ഇഞ്ച് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഒരുമിച്ച് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്രണ്ടിൻ്റെ ആം ഹോള് കുഴിച്ചും കൂടി വെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി ആ ഫ്രണ്ട് ഭാഗം അങ്ങ് മടക്കി വെച്ചിട്ട് നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം. ബാക്കിലും നമ്മൾ നെക്ക് വിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്കിൻ്റെ ലെങ്ത്ത് 1/2 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അതൊരു റൗണ്ട് ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതേപോലെ ഷോൾഡർ 1/4 ഇഞ്ച് കുഴിച്ചും കൂടി വെട്ടിക്കൊടുക്കാം. ഈ വീഡിയോയിൽ നെക്കിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഫാസ്റ്റായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സിന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് സ്ലോ ആക്കിയിട്ട് ഒന്ന് കണ്ട് നോക്കിയാൽ മതി. ഇനി അഥവാ എന്നിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ ചെയ്ത ആ ട്യൂട്ടോറിയലും കൂടി ഒന്ന് കണ്ടു നോക്കണേ. സ്ലിറ്റിട്ട് തയ്ക്കുന്നതായതുകൊണ്ട് കുറച്ച് സ്റ്റിഫായി നിൽക്കാൻ വേണ്ടി ഞാൻ ലൈനിങ്ങും കൂടി ഇതിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫീഡിങ് ഉള്ളത് കൊണ്ട് 2 ഭാഗത്തും ഇൻവിസിബിൾ സിബ് വെച്ചിട്ടുണ്ട്. അതൊന്നും ഇതിൽ കാര്യമായിട്ട് നോക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്താതെ തന്നെ അപ്പോൾ ഇതാ ബാക്കിലും ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ഷോൾഡേഴ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് കോളർ മെഷർ ചെയ്ത് നോക്കാം. നമ്മൾ ടാപ്പ് നമ്മുടെ ഈ ഒരു വി നെക്കിൻ്റെ ആ ഒരു ഭാഗമില്ലേ, അവിടുന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് കടത്തി വെച്ചതിന് ശേഷം വേണം നമ്മളിങ്ങനെ ഫുള്ള് നെക്ക് റൗണ്ടായിട്ട് വെളിച്ചൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മെഷർ ചെയ്ത് ഇപ്പുറത്തെ എൻഡിലെത്തുമ്പോഴും നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ 31 ഇഞ്ചാണ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ എന്താ കോളർ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നേവി ബ്ലൂവിലുള്ള നൈറ്റി ബിറ്റിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ്. നമുക്ക് കോളർ ഇപ്പോൾ 1 ഇഞ്ചോ 1.25 ഇഞ്ചോ 1.5 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഡബിളും എടുത്ത് അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അളവിൽ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് 31 ഇഞ്ചാണ് നമ്മൾ നേരത്തെ അളന്ന് വെച്ച ആ ഒരു കോളറിൻ്റെ അളവ്. ഇനി അതേ അളവിലുള്ള ക്യാൻവാസ് എടുത്തിട്ട് ഇത് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പം ഞാൻ അത് അയൺ ചെയ്തെടുത്തതിൻ്റെ കൂടെ തന്നെ അതൊന്ന് സെൻറ്ററിലൂടെ ഫോൾഡും കൂടി ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ടോപ്പ് എടുക്കാം. ടോപ്പ് എടുത്തിട്ട് നമ്മുടെ ആ വീൻ്റെ എൻഡിലായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അവിടെ ഇതുപോലൊരു കട്ട് ഇട്ട് കൊടുക്കാം. ചെറിയൊരു കട്ട് കോർണറിലേക്ക് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്നിട്ട് നമുക്ക് ഈ ബാക്ക് നെക്കിൻ്റെ ആ ഒരു സെൻറ്ററും കൂടി ഇതുപോലെ മടക്കി പിടിച്ചിട്ട് സെൻറ്ററിൽ ഒരു നോച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കോളറിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ച ആ ഒരു തുണിയും കൂടി എടുത്തിട്ട് സെൻറ്ററും ജോയിൻ ചെയ്ത് വെച്ച് നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഇവിടെ കട്ടിട്ട് കൊടുത്ത് അത്ര വരെ അടിച്ചു കൊടുത്താൽ മതി.
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ കോളറിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും ചേർന്ന് വരുന്ന രീതിക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. വലിച്ചു പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ താഴെ ഭാഗത്ത് എത്തുമ്പോൾ ഒന്ന് ഡബിൾ സ്റ്റിച്ചിങ് കൂടി ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മുടെ ഇപ്പുറത്തെ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്കും കൂടി അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് നമ്മൾ ഈ ഒരു എൻഡ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വരുന്ന രീതിക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ താഴെ കട്ടിട്ട ഒരു ഭാഗം ഉള്ളിലേക്ക് മടക്കി കൊടുത്താൽ അവിടുത്തെ തയ്യൽ തുമ്പ് പുറത്തേക്കൊന്നും വരത്തില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് പ്രസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്ര മാത്രമേ ഈ നെക്ക് നമുക്ക് ചെയ്തെടുക്കാനുള്ളൂ. വളരെ സിമ്പിളാണ്. ഒരു ബിഗിനർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു വി കോളർ നെക്ക്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി നമ്മൾ ചുരിദാർ തയ്ക്കുന്ന പോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യുക, സൈഡ് ജോയിൻ ചെയ്യുക, സ്ലിറ്റ് അടിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളും കൂടിയായാൽ നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ടോപ്പ് നമുക്ക് റെഡിയായി കിട്ടും. ഇതിൻ്റെ ഉൾവശത്ത് നമ്മൾ കോളർ വെച്ചതിൻ്റെ അവിടെയൊക്കെ തയ്യൽ തുമ്പ് പുറത്തുണ്ടാവും. അത് നമ്മൾ നോർമലായിട്ട് കോളർ വെക്കുന്ന രീതിക്ക് ചെയ്തതെങ്കിൽ തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാൻ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ നമ്മളിതിപ്പം വേറൊരു രീതിക്ക് ചെയ്തു, പെട്ടെന്ന് ചെയ്തെടുക്കുന്ന ഒരു രീതിക്ക് ചെയ്തത് കൊണ്ട് തയ്യൽ തുമ്പൊക്കെ പുറത്ത് കാണും. പക്ഷെ അതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടാവില്ല. അതേപോലെ കോളർ വെച്ച ആ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ കൈക്കും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ജോയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ലിറ്റ് അടിച്ചു കൊടുക്കുക. സ്ലിറ്റ് നല്ല നീറ്റായിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ ഇറക്കവും ആ ഒരു ഫോൾഡിങ്ങും ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയാൽ നമുക്ക് ആ ചുരിദാറിൻ്റെ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ടോപ്പ് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല പെർഫെക്ഷനായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളതും. ഇത് കോട്ടൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും കൂടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ നെക്ക് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളായിട്ട് ട്രെൻഡി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ആ അവസരം എന്തിനാണ് നമ്മൾ വെറുതെ കളയുന്നത്? അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.